ഞാനൊരാളെ മീറ്റ് ചെയ്യണ്ടായി, ഒരു ലേഡിയെ. അവരെന്നോട് പറഞ്ഞ ഒരു വാചകമാണേ. അവരുടെ ഹസ്ബൻഡ് അവരെ വിട്ടിട്ട് പോയി. ഒരു 25 ഇയേഴ്സ് ഓഫ് മാരേജ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോവാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് അറിയോ? വൺ ഡേ ഐ വോക്ക് അപ്പ് ആൻഡ് ഐ ഫൗണ്ട് മൈ നെസ്റ്റ്. ആരുമില്ല, വേക്കൻ്റ് ആയിട്ടിരിക്കുന്നു. The birds, my children flew away and my husband flew away. I didn't know where my children was. നിങ്ങൾക്കത് കേട്ടിട്ട് എന്തെന്നു? ഇതാണ് അവർ പറഞ്ഞത്. ഞാനിങ്ങനെ വാരിക്കൂട്ടി എടുക്കാൻ നോക്കുകയാണ് ആ നെസ്റ്റെന്ന്. എങ്ങനെ സാധിക്കും? നിങ്ങൾ കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കണേ. എല്ലാവരും ഇതിൻ്റെ ഇടയിലൂടെ പറയുന്നുണ്ട് 25 വർഷത്തിൻ്റെ ഒരു ദാമ്പത്യം അങ്ങനെ നിപ്പിലിട്ടിട്ട് പോകാൻ പാടുണ്ടോ? ആരാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും 25 വർഷം അല്ലെങ്കിൽ 30 വർഷമൊക്കെ ഒരാളുടെ കൂടെ ഭാര്യയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് പോലെയല്ലേ ഇത് വരുന്നത്, സെക്കൻഡ് മാരേജ് ചെയ്യുന്നത്. ഒരു കാര്യമില്ലാതെയാണ് അദ്ദേഹം പോയതെന്ന് പറയുന്നു. പുതിയ ഒരു മേച്ചിൽപ്പുറം തേടിയാണ് പോയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ, ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആണുങ്ങളെല്ലാം കാണട്ടെ. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ പോകുന്നുണ്ട്. പ്ലീസ്, ഒരു അഭ്യർത്ഥനയാണ്. എന്ത് ഉണ്ടെങ്കിലും ഒരു 25 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രണയമോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കമ്പാനിയൻഷിപ്പോ ഒക്കെ ഉണ്ടായിട്ടായിരിക്കില്ല ഇത്രയും വർഷം നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു പുതിയ അക്കരപ്പച്ച കാണുമ്പോൾ അതൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും കേട്ടോ. അവരുടെ ആ വരുന്നവർ എന്തുദ്ദേശത്തിലാണ് വരുന്നത് എനിക്കറിയില്ല. പക്ഷെ പ്ലീസ്, നിങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും, ഇനി ഞാൻ പറയും 25 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ ഓർത്ത്, കുട്ടികൾ വലുതായി പോകുമെന്ന് പറയും. അതുകൊണ്ടല്ല, ഈ സഹോദരിമാർക്ക് എന്തൊരു വിഷമം ഉണ്ടാവും അല്ലേ? നമ്മുടെ ശരീരം മറക്കുമോ ഇത്രയും വർഷത്തെ ബന്ധങ്ങൾ?